ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്തുവാണെന്ന് വെച്ചാൽ മർച്ചന്റ് നേവിയിൽ നിങ്ങൾക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും. പലരും 10 ജയിച്ച് നിൽപ്പുണ്ട് അല്ലെങ്കിൽ 12 ജയിച്ച് നിൽപ്പുണ്ട്, പക്ഷെ അവർക്ക് ജോലി കിട്ടുന്നില്ല. നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു എംപ്ലോയ്മെന്റ് ഒരു വ്യവസ്ഥിതി നോക്കിയാൽ ഇന്ന് വളരെ പേർക്ക് ജോലിയില്ലാതെ നിൽക്കുന്ന അൺഎംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കെല്ലാം വേണ്ടി ഒരു ഇൻഫോർമേഷൻ ആണ്. എൻ്റെ ഇതിൽ നമ്മൾ ചെറിയ ചെറിയ കോഴ്സുകൾ പഠിച്ചാൽ പോലും മർച്ചന്റ് നേവിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു അടുത്ത കാലത്തായിട്ട് മാസമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. എല്ലാം ഓൺലൈനിലാണ് വേക്കൻസികൾ വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എല്ലാം ഓൺലൈനിലാണ്. ചില ആർമിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഓഫ്ലൈനിൽ വരുന്നുള്ളൂ. ഓൺലൈനിൽ വരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും മിക്കതിലും നമുക്ക് അതിന്റെ ഫീസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഫീസ് ഇല്ലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഓൺലൈനിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഞാൻ ഇതൊരു ഇൻഫോർമേഷൻ ആണ്. അപ്പം ഈ ഞാൻ പറഞ്ഞ മർച്ചന്റ് നേവിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ള ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മർച്ചന്റ് നേവിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ള ഇൻഫോർമേഷൻ ആണ്. അതിനു മുന്നേ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുക. നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ തരുന്ന ചില വേക്കൻസി അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന വേക്കൻസിയിൽ നിങ്ങൾക്ക് ചില പോയിന്റുകൾ കുറവായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതകൾ കുറവായിരിക്കും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താൽ നിങ്ങളെ ആരും അറസ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ ഓരോ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും പലരും എന്നോട് ചോദിക്കുന്നു, അത് എങ്ങനെയാ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് പട്ടാളത്തിൽ പലരും എന്നോട് ചോദിച്ചു പട്ടാളത്തിൽ യൂണിഫോം ഇല്ലേ, അല്ലെങ്കിൽ യൂണിഫോം ഇല്ലാത്ത ജോബ് ഉണ്ടോ. അങ്ങനല്ല. അപ്പൊ എനിക്കതിനെപ്പറ്റി ആദ്യം പഠിക്കേണ്ടി വന്ന അതിന് ഉത്തരം കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് പഠിച്ചപ്പോഴത്തേക്ക് അതിൽ പറയുന്ന പട്ടാളക്കാർക്ക് എല്ലാവർക്കും യൂണിഫോം ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് വേറെയുള്ള യൂണിഫോം ആയിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നാണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരു ഓൺലൈൻ അപ്ലൈ വന്നാൽ നമുക്കൊന്ന് 5-10 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഡൗട്ട് അവിടെ വരും. ആ ഡൗട്ടുകൾ നമ്മൾ ക്ലിയർ ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെ നമ്മുടെ അറിവ് കൂടും. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു പർട്ടിക്കുലർ നല്ലൊരു വേക്കൻസി വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനു വേണ്ട ഒരു ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിൽ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഒരുപാട് ഡൗട്ടുകൾ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വരുന്ന ഈ ജോലിയുടെ ഈ കാര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, എക്സ്പീരിയൻസ് ഇല്ലായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്ത് ഡൺ ആക്കിയില്ലെങ്കിലും, അതായത് വിട്ടില്ലെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അത് നിങ്ങളുടെ ഒരു നോളേജ് വർദ്ധിപ്പിക്കും. ഒരുപാട് കാര്യങ്ങളെ പറ്റി അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതല്ല, അതല്ലാതെ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന മർച്ചന്റ് നേവിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാം ഇതിനെപ്പറ്റി. നമ്മൾ മർച്ചന്റ് നേവിയെ പറ്റി നമുക്ക് പലർക്കും നമ്മുടെ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യനൊക്കെ നല്ല വിവരമായി മർച്ചന്റ് നേവി എങ്ങനെ പോകാം, അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് ജോയിൻ ചെയ്യാം, അതിന്റെ കോഴ്സുകൾ എന്തല്ല എന്നൊക്കെ അവർക്കറിയാം. പക്ഷെ നമ്മുടെ ഈ ഒരു മലയാളികൾക്ക്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യക്കാർക്ക് അതിനെപ്പറ്റി നല്ലൊരു ഗ്രാഹ്യമില്ല. അപ്പോഴത്തേക്ക് അതിനെപ്പറ്റി അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ മർച്ചന്റ് നേവിയെ പറ്റി നല്ല അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്തോണം. അല്ലെങ്കിൽ പിന്നെ അത് നിങ്ങളുടെ വെറുതെ ടൈം വേസ്റ്റ് ആവും. അപ്പൊ അതിനെപ്പറ്റി അറിയത്തില്ല. 10 ജയിച്ച് നിൽക്കുന്നു, 12 ജയിച്ച് നിൽക്കുന്നു, അവർക്ക് നല്ലൊരു ജോലി ശരിയാകുന്നില്ല, എവിടെങ്കിലും ഒരു ജോലിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്. അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിനു വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ, മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്, അത് 10th 12th ഉള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. 10th ചെയ്യാൻ പറ്റും, 12th ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ വലിയ പഠിത്തങ്ങളൊന്നും പഠിച്ച് ഇതിനകത്ത് ജോയിൻ ചെയ്യേണ്ട. ചെറിയ പഠിത്തം മതി നമുക്ക്. ക്വാളിഫിക്കേഷൻ വളരെ ചെറിയ 10th 12th ഉള്ളവർക്ക്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്തായിരിക്കണം ചെയ്യേണ്ടത്,
അതായത് നമ്മൾ മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്, ഇതിന്റെ സ്പെഷ്യൽ സ്റ്റഡികൾ, അതായത് നമ്മൾ 10 12 കഴിഞ്ഞുള്ളവർക്ക്, 10 കഴിഞ്ഞുള്ളവർക്ക് പ്രത്യേക സ്റ്റഡിയാണ്, 12 കഴിഞ്ഞുള്ളവർക്ക് പ്രത്യേക സ്റ്റഡിയാണ്. അപ്പോഴത്തേക്ക് ഇത് തമ്മിൽ, അതായത് ഇത് എങ്ങനെ, അത് ഏതൊക്കെ സ്റ്റഡിയാണ്, അല്ലെങ്കിൽ അതിനൊക്കെ എന്തെല്ലാം ഫീസ് വരും, പിന്നെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം നമ്മൾ പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ നമുക്ക് ഏജന്റുമാര് നമുക്ക് ഫോൺ നമ്പർ തന്നിട്ട് നമ്മളോട് പറയും ഈ ഫോൺ നമ്പറിൽ വിളിക്ക്, നിങ്ങൾക്ക് മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യണോ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലാ. കുറെ കാര്യങ്ങൾ ഒരുപക്ഷെ ശരിയായിരിക്കാം, പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന പൈസ ഒരുപാട്, നമ്മുടെ എക്സ്പെൻസസ് ഭയങ്കരമായിരിക്കും. അതായത് 25,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ ഉള്ള ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏജന്റിന്റെയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് 1,00,000 രൂപയോളം നമുക്ക് ചെലവാകും. അതുകൊണ്ട് ഏജന്റ് ത്രൂ നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾ ഇതുവരെ ഇതിനെപ്പറ്റി അറിയത്തില്ല അല്ലെങ്കിൽ നിങ്ങളുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക. ഇത് ഒരു ഭാഗമാണ്. ഞാൻ ഇതിന്റെ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഏത് രീതിയിൽ പോകണം, നമ്മൾ 10 ജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ 12 ജയിച്ചിട്ടുണ്ട്, ഏത് രീതിയിൽ പോയാൽ നമുക്ക് ഇതിൽ മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും, അവിടെ ഒരു ജോലി നേടാൻ പറ്റും എന്നുള്ള കാര്യം, നല്ല സാലറിയും നല്ല റെപ്യൂട്ടേഷൻ ആയിട്ടുള്ള ഒരു വർക്ക് ജോബ് ഇതിലുള്ളത്. അപ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്ന് പറയണം. കാര്യം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ചെയ്യുന്ന ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് നമുക്ക് മുന്നോട്ട് കടക്കാം. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ് കാൻഡിഡേറ്റ് കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി നല്ല ഗ്രാഹ്യം ഇല്ലാത്തത് കൊണ്ട് അവര് ഏജന്റിനെ അന്വേഷിക്കും. അപ്പോഴാണ് നമ്മൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ വരുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് പോവാ, ഞങ്ങൾ നിങ്ങളെ കയറ്റിക്കൊണ്ട് പോകാം, നിങ്ങളെ ജോയിൻ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് ആകൃഷ്ടരായി അവരുടെ പുറകെ പോകും. നമുക്ക് ഒരുപാട് പൈസ, കാര്യങ്ങൾ ശരിയായിരിക്കും, നിങ്ങൾക്ക് ജോലി ശരിയാ, പക്ഷെ പൈസ നിങ്ങൾക്ക് ഒരുപാട് ചെലവാകും. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നേവി ആൻഡ് മർച്ചന്റ് നേവി? ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പലർക്കും അറിയാൻ മേലാത്ത ഒരു കാര്യമാണ് ഈ നേവിയും മർച്ചന്റ് നേവിയുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് പലർക്കും അറിയത്തില്ല. അപ്പം നേവി എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷനാണ്. മർച്ചന്റ് നേവി എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈവറ്റ് ജോബാണ്. ഇത് തമ്മിൽ ഉള്ള വ്യത്യാസം ഇതാണ്. ഗവൺമെന്റ് ജോബ്, ഇത് പ്രൈവറ്റ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ലാൻഡിന് അതിർത്തി ഉള്ള കണക്ക് തന്നെ ജല അതിർത്തി നമുക്കുണ്ട്. അപ്പം അതിർത്തി കാക്കുക. അതുകൂടാതെ അതാണ് നേവിയുടെ ഒരു മെയിൻ ജോബ് എന്ന് പറഞ്ഞാൽ ഈ അതിർത്തി കാക്കുക, ജല അതിർത്തി കാക്കുക. അത് കണക്ക് തന്നെ പുറത്തു ഇപ്പം മർച്ചന്റ് നേവിയുടെ ഷിപ്പുകൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ചരക്കുകളുമായിട്ട് അല്ലെങ്കിൽ ഗുഡ്സുമായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരും. അപ്പം അത് ശരിയായിട്ടുള്ള ഗുഡ്സ് തന്നെ ആണോ, സ്റ്റോക്ക്, അത് അതിനകത്തിരിക്കുന്ന മെറ്റീരിയൽസ് ശരിയാണോ, അല്ല വേറെ എന്തെങ്കിലും അവര് വേറെ ഇപ്പൊ ഇന്ത്യക്കെതിരായോ അല്ലെങ്കിൽ ആതങ്കവാദി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ഭീകരവാദമൊക്കെ നടക്കുന്ന സമയം. അപ്പം അതിനെയൊക്കെ ചെക്ക് ചെയ്യാനും കൂടിയാണ് ഇവർ ഈ നേവിക്കാര് മർച്ചന്റ് നേവിയുടെ കപ്പലിൽ ആ സാധനങ്ങൾ കൊണ്ടുവരുന്ന, ചരക്കുകൾ കൊണ്ടുവരുന്ന ആ ഷിപ്പിൽ കയറി ചെക്ക് ചെയ്യുകയും ഇവർ ഓക്കെ ആണെങ്കിൽ ആ അതിർത്തി കടത്തി നമ്മുടെ ഇന്ത്യയിലേക്ക് വിടും. അതാണ് ഈ നേവിയുടെ, അതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷനാണ്. അത് നിങ്ങൾക്ക് മർച്ചന്റ് നേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ കയറ്റി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുക, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ കയറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. ഇതൊരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കും. പ്രൈവറ്റ് ഒരുപാട് കമ്പനികളുണ്ട് മർച്ചന്റ് നേവിയുടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് കമ്പനികൾ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റിയും കൂടുതലായിരിക്കും. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ട് ഇതാണ്. ഇനി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ വിചാരിക്കും ഏതൊക്കെ ക്വാളിഫിക്കേഷനിലുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 10th പാസ്സായവർക്ക് ചെയ്യാൻ പറ്റും, 12th പാസ്സായവർക്കും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയുന്ന ഇതിന് ഏജിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് 18 വയസ്സ് തൊട്ട് 40 വയസ്സുള്ളവർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അത് ഈ ഓരോ കോഴ്സ് പഠിക്കുന്ന അനുസരിച്ചിരിക്കും. 18
വയസ്സുള്ളവർ തൊട്ട് 40 വയസ്സുള്ളവർക്ക് വരെ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അത് ആ കോഴ്സിന്റെ, നമ്മൾ ചെയ്യുന്ന കോഴ്സിന്റെ അനുസരിച്ച്. അത് കണക്ക് തന്നെ 18 തൊട്ട് 25 വർഷം വരെയുള്ളവർക്ക് ഒരു മിനിമം ലിമിറ്റഡ് അതിന്റെ ഒരു ഏജിന്റെ ഒരു കോഴ്സും ഉണ്ട്. അത് ചെയ്താൽ അങ്ങനെ ആയിരിക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി 10th പാസ്സായവർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ അവർക്ക് എന്തുമാത്രം ഫീസ് വരുമെന്നുള്ള കാര്യമാണ്. അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ 40,000, 18 തൊട്ട് 40 ഇയേഴ്സ് വരെയുള്ളവർക്കാണ് ഈ 40,000 വരുന്നത്. ഇനി അപ്രോക്സിമേറ്റ് 18 തൊട്ട് 25 വയസ്സ് വരെയുള്ളവർക്ക് 2 ലക്ഷം വരെയുള്ള പൈസ ഇവിടെ നമുക്ക് കോഴ്സിന് വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മൾ അല്ലാതെ ഏജന്റ് ത്രൂ ഒക്കെ പോയാൽ ഇത് 2 ലക്ഷം എന്നുള്ളത് 5 ലക്ഷമാകാം, 6 ലക്ഷമാകാം. അത് 40,000 എന്നുള്ളത് 1 ലക്ഷമാകാം, 2 ലക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, നിങ്ങൾ 10 ജയിച്ച് നിൽക്കുക അല്ലെങ്കിൽ 12 ജയിച്ച് നിൽക്കുക, നിങ്ങൾക്ക് ഇത് മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പാസ്പോർട്ട് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ദ മർച്ചന്റ് നേവി ജോബ് പ്രൊഫൈൽ. അതായത് നിങ്ങൾ പാസ്പോർട്ട് നിങ്ങൾ ഉണ്ടാക്കണം. ഈ സമയത്ത് നമുക്ക് പാസ്പോർട്ട്, നിങ്ങൾ 10 ജയിച്ച് നിൽക്കുക, 12 ജയിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്പോർട്ട് ഉണ്ടാക്കണം. കാര്യം പാസ്പോർട്ട് ഉണ്ടാക്കാൻ ഒരു ആധാർ കാർഡിന്റെ കാര്യമേ ഉള്ളൂ. 10 ദിവസം കൊണ്ട് നമ്മുടെ കയ്യിൽ ഇത് പാസ്പോർട്ട് വരും. എങ്ങും ഒരു പൈസ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നതിനുള്ള ആ ഒരു ചെറിയ ഫീസ് അല്ലാതെ ഒന്നും കൊടുക്കണ്ട. ആ പാസ്പോർട്ട് അല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല നമ്മുടെ ഐഡന്റിറ്റി അത് പാസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം പ്രത്യേകിച്ച് എന്തിനാ പാസ്പോർട്ട് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ മർച്ചന്റ് നേവിയിൽ ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള കൺട്രികളിലേക്കൊക്കെ പോകേണ്ടി വരും. അത് കണക്ക് തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ മർച്ചന്റ് നേവി മാത്രമല്ല, ഏവിയേഷൻ കമ്പനികളിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് വേണം. എയർഫോഴ്സ് ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പം നിങ്ങൾ പാസ്പോർട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുക. ഇനി സ്പെഷ്യൽ സ്റ്റഡി എന്ന് പറയുന്നത് അതും രണ്ട് ഇതായിട്ടാണ് കിടക്കുന്നത്. അതായത് സ്പെഷ്യൽ സ്റ്റഡി എന്ന് പറയുന്നത് 10 പാസ്സായവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം സ്റ്റഡി ഉണ്ട്. അത് കണക്ക് തന്നെ 12കാർക്കും പഠിക്കാനുള്ള പ്രത്യേക സ്റ്റഡി ഉണ്ട്. 10കാർക്ക് പഠിക്കാനുള്ളതാണ് NCV, നിയർ കോസ്റ്റൽ വോയേജ്. അത് കണക്ക് തന്നെ DNS, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്. ഈ 2 10കാർക്കുള്ളതാണ്. ഇനി 12കാർക്കുള്ളത്, ഇനി 12 പാസ്സായവർക്ക് എന്തെല്ലാം പഠിക്കണമെന്ന് നോക്കാം. 12 പാസ്സായവർക്ക് BSc നോട്ടിക്കൽ സയൻസ്, BE മറൈൻ എഞ്ചിനീയറിംഗ്, BE നവൽ ആർക്കിടെക്ചർ, BE പെട്രോളിയം എഞ്ചിനീയറിംഗ്, BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE ഹാർബർ ആൻഡ് ഓക്സിൻ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള BE സിവിൽ എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് പഠിക്കാനുള്ള. ഞാൻ ഈ ഷീറ്റ് ഇതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കി നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പം BSc നോട്ടിക്കൽ സയൻസ്, BE മറൈൻ എഞ്ചിനീയറിംഗ്, BE നേവൽ ആർക്കിടെക്ചർ, BE പെട്രോളിയം എഞ്ചിനീയറിംഗ്, BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE ഹാർബർ ആൻഡ് ഓക്സിൻ, BE സിവിൽ എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് പഠിച്ചാൽ പഠിത്തമുണ്ട്, കോഴ്സ് ഉണ്ട്. അപ്പം അവർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്കത്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് അവിടെ നമുക്ക് എത്തി പഠിക്കാൻ പറ്റും എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. കണ്ടിന്യൂ ഇതിന്റെ പാർട്ട് വന്നുകൊണ്ടിരിക്കും. ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നോക്കുവാനുള്ള മർച്ചന്റ് നേവിയിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ജോബാണ് നമുക്ക് കിട്ടുന്നത്. ജോബ് ഡിപ്പാർട്ട്മെന്റ് മർച്ചന്റ് നേവിയിലുള്ള ഒന്ന് ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ക്ലീനിങ് ആൻഡ് ഹൗസ് കീപ്പിംഗ് വർക്കായിരിക്കും, അങ്ങനെയുള്ളവർക്കായിരിക്കും അത് കിട്ടുന്നത്. അത് കഴിഞ്ഞ് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ്റെനൻസ് ആയ എഞ്ചിൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നോക്കുക, റിപ്പയർ ചെയ്യുക. ആ എഞ്ചിൻ മെയിൻ്റെനൻസ് ആയിരിക്കും അവിടെ നമുക്ക്, മെയിൻ്റെനൻസ് ഓഫ് മെഷീൻ അതായിരിക്കും നമുക്ക്. ഇനി കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഫുഡ് റിലേറ്റഡ്, അതായത് വരുന്നവർക്കും കപ്പലിലുള്ളവർക്കും അതിൻ്റെ ആ മറൈൻ്റെ അതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് എംപ്ലോയീസ് ഉണ്ട്, അല്ലാതുള്ളവരുണ്ട്, അവർക്കൊക്കെ ഫുഡ് തയ്യാറാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള അപ്പം നിങ്ങൾ
ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്ന ആ ഒരു ചെറുതായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ വിപുലീകരിച്ചുള്ള ഇൻഫോർമേഷൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾ എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിപ്പം GP റേറ്റിംഗ്, ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു വേർഡാണ് GP റേറ്റിംഗ്. അപ്പം GP റേറ്റിംഗ് ഇത് ബാധകമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അത് ബാധകമായിട്ടുള്ള കോഴ്സുകളുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എങ്ങനെ സെർച്ച് ചെയ്യും, എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ അതൊരു നേരായ വഴിക്കുള്ളതാണ്, നമ്മുടെ പൈസ ലോസ് ആകത്തില്ലേ എന്നുള്ള എല്ലാ കാര്യങ്ങളിലും അടുത്ത വീഡിയോകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയ ഇൻഫോർമേഷൻ, എനിക്ക് നിങ്ങളെക്കാട്ടി പഠിത്തം കുറഞ്ഞവനാ, എങ്കിലും ഞാൻ പല കാര്യങ്ങളും പല സോഴ്സിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്കിത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യമെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.